അല്ല, കേരളത്തിൽ ജയിലുകളിൽ നിന്ന് ഇത്തരത്തിൽ ഒരു കൈയുള്ള ഒരു പ്രതി, ഒറ്റക്കൈയനായിട്ടുള്ള ഒരു പ്രതിക്ക് ജയിൽ ചാടി രക്ഷപ്പെടാമെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ. അപ്പൊ ഇത് കൃത്യമായി ഗോവിന്ദച്ചാമിയെ തുറന്നു വിട്ടതിന്റെ പിറകിൽ പ്രവർത്തിച്ചവരാരാണ് എന്നത് കണ്ടെത്താൻ അധികാരികൾ തയ്യാറാകണം എന്നുള്ള പൊതുസമൂഹത്തിന്റെ ജനരോഷമാണ് ഇതിനെതിരെ ഉയരേണ്ടത്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും ജയിലിനകത്തും വിവിധങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ആഭ്യന്തര വകുപ്പ് നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഗോവിന്ദച്ചാമിയുടെ ഈ ജയിൽ ചാട്ടം എന്നുള്ള പ്രഹസനം. എങ്ങനെ ജയിൽ ചാടുമെന്നാണ്? ജയിലിനകത്ത് ജയിൽ സന്ദർശിച്ച ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും, അങ്ങനെ പുറത്തു കടക്കാൻ ജയിലിൽ നിന്ന് സാധിക്കുമോ? ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ്, ജയിലിന്റെ അധികൃതരാണ്. അപ്പൊ ആരാണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് പൊതുസമൂഹത്തിന് അറിയാനുള്ള താല്പര്യമുണ്ട്. ജനാധിപത്യത്തിന്റെ അവകാശമായിട്ടുള്ള പടവാൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ടവകാശം നേടിക്കൊണ്ട് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ്, അതിന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്വേച്ഛാധിപതിയെ പോലെ കേരളത്തിൽ മുന്നോട്ട് പോയാൽ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കുമെന്നുള്ളതാണ്. സ്വജനപക്ഷപാതവും ഈ സമൂഹത്തെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് മാഫിയായുമായിട്ടുള്ള പല വലിയ ആളുകളുടെ സമ്പർക്കവും ഇതുപോലെയുള്ള കൊടും ക്രിമിനലുകൾക്കുള്ള സംരക്ഷണവും എല്ലാം കേരളത്തിലെ പൊതുസമൂഹത്തെ ഭയപ്പാടോടുകൂടി ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുകയും എന്നാൽ ഇതിനെക്കുറിച്ച് കൃത്യതയോടുകൂടി മനസ്സിലാക്കുന്ന പൗരൻ കൃത്യതയോടുകൂടി പൗരബോധത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്.